സ്നേഹപുരം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വരണാണെങ്കിൽ എന്താണെങ്കിലും താനോട് നിന്ന് ഇറങ്ങാൻ പോകുവാണെന്നുള്ള തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുവാണ് കേട്ടോ. ഈ സമയം ദേവനും രാധികയൊക്കെ ചേർന്നിട്ട് വരനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ വരണാണെങ്കിൽ തൻ്റെ തീരുമാനം ഉറച്ചതാ. ഇനി എന്ത് തന്നെ സംഭവിച്ചാലും ആ തീരുമാനത്തിലൊരു മാറ്റമില്ല. ഞാനിവിടുന്ന് ഇറങ്ങാൻ തീരുമാനിച്ചാൽ എന്താണെങ്കിലും രാധിക ഇവിടെ നിൽക്കട്ടെ. അയാൾക്ക് മ്യൂസിക് ക്ലാസ്സും അതുപോലെ കാറ്ററിംഗ് ബിസിനസ്സൊക്കെ പെട്ടെന്നങ്ങ് വിട്ടുപേക്ഷിച്ച് എൻ്റെ ഒപ്പം വരാൻ പറ്റില്ലല്ലോ. ഈ സമയം ദേവൻ പറയുന്നുണ്ട്, മോനെ, നമ്മുടെ ശത്രുക്കളെ നമുക്ക് മുമ്പിൽ വന്ന് നിന്ന് വെല്ലുവിളിച്ച് കഴിഞ്ഞാൽ നമ്മൾ അവർ പറയുന്ന വാക്കുകൾ കേട്ട് അവർക്ക് മുമ്പിലേക്ക് കീഴടങ്ങിപ്പോകുന്നത് ഭീരുത്വമല്ലേ? പ്രിയങ്കയും എൻ്റെ അമ്മയൊക്കെ മോൻ്റെ ശത്രുക്കളാണ്. അവർ കാരണം നിങ്ങൾ കടമകളത്തിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. ആ നിമിഷം മുതൽ പ്രിയങ്കയ്ക്ക് ഞാൻ എൻ്റെ മനസ്സിൽ നിന്നും മകളെന്നുള്ള സ്ഥാനം തന്നെ മുറിച്ച് മാറ്റിക്കളഞ്ഞു. നിങ്ങൾ അവിടെ നിന്നും പുറത്താക്കിയ അവൾക്ക് എല്ലാ കുരുത്തക്കേടിനും കൂടെ പിടിച്ചു കൊടുക്കുന്ന എൻ്റെ അമ്മയും എനിക്കും ഇപ്പോൾ ശത്രുക്കൾ തന്നെയാണ്. അങ്ങനെയുള്ളപ്പോൾ അവർ നിങ്ങളിവിടെ നിന്ന് മനഃപൂർവ്വം ഇറങ്ങിപ്പോകാൻ വേണ്ടി തന്നെ അത്തരത്തിൽ മോനോട് സംസാരിച്ചപ്പോൾ അത് കേട്ട് മോനിവിടെ നിന്ന് ഇറങ്ങിപ്പോകുക എന്ന് പറഞ്ഞാൽ അത് അവർ വിജയിക്കുന്നത് പോലെ ആവില്ലേ? അങ്ങനെ അവർ വിജയിക്കുന്നത് നോക്കി നിൽക്കാൻ എന്നെക്കൊണ്ടാവില്ല. അതിന് ഞാൻ മോനെ സമ്മതിക്കുകയില്ല. മോൻ ഇവിടെ തന്നെ ഉണ്ടാകണം. അവർക്ക് മുമ്പിൽ തോറ്റു കൊടുക്കരുത്. നിങ്ങളെ ധൈര്യത്തോടെ പൊരുതി മുന്നേറണം. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിച്ച് അവർക്ക് കാണിച്ചു കൊടുക്കണം. ഈ സമയം ദേവനോട് വരുൺ പറയണേ, അച്ഛൻ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ട്. അച്ഛനും അമ്മയും എന്നോട് കാണിക്കുന്ന സ്നേഹവും കരുതലുമൊക്കെ ആത്മാർത്ഥതയൊക്കെ എത്ര സിൻസിയറായിട്ടാണെന്ന് എനിക്കറിയാം. പക്ഷേ അച്ഛ, എന്നോട് ക്ഷമിക്കണം. ഈ തീരുമാനത്തിൽ എനിക്കിനൊരു മാറ്റവും ഇല്ല. അന്നേരം ദൈവം പറയണേ, മോനെ, അച്ഛൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു. ഇനിയെല്ലാം നിൻ്റെ തീരുമാനം തന്നെയാണ്. എന്താണെങ്കിലും മോൻ ഇവിടെ നിന്ന് പോകുവാണെങ്കിൽ രാധിക മോളെ മാത്രമായിട്ട് ഇവിടെ നിർത്തേണ്ട കാര്യമില്ല. രാധിക മോള് മോൻ്റെ ഒപ്പം ഉണ്ടാവേണ്ടത്. മോൻ്റെ ഈ അവസ്ഥയിൽ കൂടി നിൽക്കേണ്ടത് രാധിക മോള് തന്നെയാണ്. അതുകൊണ്ട് രാധിക മോളെയും കൂടി മോൻ ഇവിടെ നിന്ന് കൊണ്ടുപോയിക്കോ. അതിൽ അച്ഛനും അമ്മയും തടയാൻ നിൽക്കില്ല. യശോദേ, ഇവർക്ക് പോകാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കുക. ഞാൻ എന്താണെങ്കിലും ഒരു തീരുമാനം എടുത്തിരിക്കുക. ഇവരിവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ ജലപാനമില്ലാതെ ഭഗവാന് മുമ്പിൽ തന്നെ ഭജനിരിക്കാൻ പോകുകയാണ്. എന്തിനാ എനിക്ക് ഇനി ഇങ്ങനെ ആയുസ് നീട്ടി കിട്ടിയിട്ട്? ഒരാവശ്യമില്ല. കാണാവുന്നതെല്ലാം കണ്ടു കഴിഞ്ഞു. ഒരായുസിൽ തീർക്കാവുന്ന സങ്കടമെല്ലാം ഇത്ര നാളുകൊണ്ട് അനുഭവിച്ചു തീർന്നു. ഇനി എൻ്റെ മക്കളെ കൂടി ഇവിടെ നിന്ന് തെരുവിലേക്ക് പടിയിറങ്ങി പോകുന്നത് കണ്ട് എന്തിനാണ് ഞാനിങ്ങനെ ജീവിച്ചിരിക്കുന്നത്? ജലപാനമില്ലാതെ ഭഗവാന്റെ മുമ്പിൽ തന്നെ എൻ്റെ ഈ ജീവൻ അങ്ങ് അവസാനിപ്പിക്കാം. ക്ഷേത്രത്തിലെ പൂജാരിയായ ദേവനാരായണൻ തിരുമേനി ഭഗവാനിൽ തന്നെ ലയിച്ചു ചേർന്നു എന്ന് നാട്ടുകാർക്ക് പറയാമല്ലോ. അങ്ങനെ പറഞ്ഞ് ദേവൻ മനസ്സ് തകർന്ന് അകത്തേക്ക് കയറി പോകുക. ഈ സമയം വരുൺ അച്ഛനെ വിളിക്കുക. അച്ഛനങ്ങനെ മരണത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് എനിക്കിവിടെ നിന്ന് പോകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ഒത്തിരിയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളാണ് ഈ ദേവനാരായണ തിരുമേനി. ഒരു കുടുംബം മുഴുവൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളപ്പോൾ എങ്ങനെയാണ് ഈ സ്നേഹം കണ്ടില്ല എന്നടിച്ച് എനിക്കിവിടെ നിന്ന് പോകാൻ പറ്റുക? ഞാൻ എൻ്റെ അധികം എങ്ങോട്ടും പോകുന്നില്ല. ഇവിടെ തന്നെ ഉണ്ടാകും. ദേവനാരായണ തിരുമേനി എന്ന ഈ പാവച്ചൻ്റെ നിഷ്കളങ്കമായ സ്നേഹം അങ്ങനെ തട്ടിത്തെറിപ്പിച്ച് പോകാൻ ഞങ്ങളെ കൊണ്ടാവില്ല. അവരുടെ അത്തരം വാക്കുകളൊക്കെ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സിൻ്റെ സമനില തെറ്റിപ്പോയി. അവരുടെ ഉദ്ദേശം എന്താണെന്നൊക്കെ അറിയാം. എന്നാലും വീണ്ടും ഇവിടെ നിൽക്കുമ്പോൾ അവരിനി വീണ്ടും ഇവിടെ കയറി വന്നാൽ അവർ വീണ്ടും കാണേണ്ടി വന്നാൽ ആ സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കാമല്ലോ എന്ന് വിചാരിച്ചാൽ ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചത്. പക്ഷേ അത് അച്ഛനും അമ്മക്കും ഇയാൾക്കൊക്കെ ഇത്രയധികം വേദനയാക്കുമെന്ന് ഞാൻ കരുതിയില്ല. നിങ്ങളെ വേദനിപ്പിച്ച് എനിക്ക് അങ്ങനെ ഇവിടെ നിന്ന് പോകാനും പറ്റില്ല. ഞാൻ എന്താണെങ്കിലും അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ഒപ്പം ഇവിടെ തന്നെ ഉണ്ടാകും. എന്താ രാധികെ, തനിക്കിപ്പോൾ സന്തോഷമില്ലേ? അങ്ങനെ വരുണിൻ്റെ വാക്കുകൾ കേൾക്കുന്നതും അവർക്കെല്ലാവർക്കും സന്തോഷമാകണേ. മതി മോനെ, മോൻ്റെ ഈ വാക്കുകൾ മാത്രം മതി. നമുക്കെല്ലാത്തിനെയും ധൈര്യത്തോടെ ഒറ്റക്കെട്ടായി നേരിടാം. ആരെക്കൊണ്ടും ഇനി നമ്മൾ തോപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞ് വരുണിനെ ചേർത്ത് പിടിക്കുകയാണ് ദേവൻ. അത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുവാണ് രാധികയും യശോദയും ഒക്കെ. പിന്നീട് കാണിക്കുന്നത് ഉർവശിയും കൽപ്പനയും കൂടി പലചരക്ക് കടയിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു ദിവസത്തേക്കുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കുവാണ്. ഈ സമയം കൽപ്പനയാണെങ്കിൽ ആ ചാക്കൊക്കെ കഷ്ടപ്പെട്ട് അകത്ത് നിന്നെടുത്ത് പുറത്ത് കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മാത്രമല്ല 2 ചാക്കുകളും പഴക്കൊല്ലയും ഒക്കെ കൊണ്ടുവന്ന് വെച്ച് ആകെ ആവശ്യമായിട്ട് നിൽക്കുവാണ്. ഈ സമയം ഉർവശി അങ്ങോട്ടേക്ക് വന്നിട്ട് പറയണേ, കൽപ്പനെ, നീ ഇതെന്ത് നോക്കിക്കൊണ്ട് നിൽക്കുക? അതെ, ഈ ചാക്കൊക്കെ എടുത്ത് കാറി കൊണ്ടുപോയി വെക്ക്. ചെറിയ എന്താ പറഞ്ഞത്? ഞാനിത് കാറി കൊണ്ടുപോയി വെക്കാനോ? അതിനല്ലേ ഡ്രൈവർ ഉള്ളത്. ഡ്രൈവർ വിളിക്ക്. എൻ്റെ കൽപ്പനെ, ഡ്രൈവറെ കാർ ഓടിക്കാനുള്ളത്. അയാളെ കൊണ്ട് ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യിക്കുന്നത്? നമ്മുടെ കാർ തൊട്ടടുത്ത് തന്നെയല്ലേ ഉള്ളത്. അധികം ദൂരെയൊന്നും അല്ലല്ലോ. നിനക്കതെടുത്ത് കൊണ്ടുവന്ന് വെക്കാവുന്നതല്ലേ ഉള്ളൂ. ചെറിയമ്മേ, ഇത് വലിയ കഷ്ടമുണ്ട് കേട്ടോ. ഞാൻ എന്ത് കാര്യത്തിലും ചെറിയമ്മയുടെ ഒപ്പം നിന്നതല്ലേ. എന്നിട്ടും ചെറിയമ്മ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? കൽപ്പനെ, നിനക്ക് കളിമംഗലത്തേക്ക് തിരിച്ച് വരണമെന്നുണ്ടെങ്കിൽ ഈ ചാക്കുകളും കൊലയൊക്കെ എടുത്ത് അകത്ത് കൊണ്ടുപോയി വെക്ക്. ഞാൻ പറഞ്ഞത് കേട്ടല്ലോ. കളിമംഗലത്തേക്ക് തിരിച്ച് വരണം എന്നുണ്ടെങ്കിൽ മനസ്സിലായോ? അങ്ങനെ പറഞ്ഞിട്ട് ഉർവശി നേരെ കാറിൻ്റെ അടുത്ത് നിന്ന് നിൽക്കുവാണ്. എന്നിട്ട് ഡിക്കി തുറന്ന് വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ. ഈ സമയം കൽപ്പനക്കാണെങ്കിൽ നല്ല രീതിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. അവർ തന്നെ കൊണ്ട് മനഃപൂർവ്വം ഈ ജോലികളൊക്കെ ചെയ്യിക്കുവാണെന്ന് കൽപ്പനക്ക് നല്ലപോലെ മനസ്സിലാവുന്നുണ്ട്. വേറെ വഴിയില്ലാതെ കൽപ്പന
ചാക്കും കോലയൊക്കെ അവിടെ നിന്ന് കഷ്ടപ്പെട്ട് പൊക്കിയെടുത്തുകൊണ്ട് ഡിക്കിയിൽ കൊണ്ടുവന്ന് വെക്കുവാണ്. ഈ സമയം ഉർവശി അതൊക്കെ ചിരിച്ച് ആസ്വദിച്ച് നിൽക്കുവാണ്. കൽപ്പനെ, ദേ നോക്കി നിൽക്കാതെ ആ 2 ചാക്കും കൂടി എടുത്ത് വെക്ക്. ചെറിയമ്മേ, അത് എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ചെറിയമ്മ കൂടി ഒന്ന് വന്ന് ഹെൽപ്പ് ചെയ്യോ? ദേ കൽപ്പനെ, അത് നിന്നെക്കൊണ്ട് പറ്റുന്നതേ ഉള്ളൂ. മറ്റത്തേക്ക് ചെന്നെടുത്തിട്ട് വാം. അങ്ങനെ കൽപ്പന തന്നെ ആ 2 ചാക്കും കഷ്ടപ്പെട്ട് പൊക്കിയെടുത്ത് അതിനുള്ളിൽ കൊണ്ടുപോയി വെക്കുവാണ്. അങ്ങനെ ആകെ തളർന്ന് വയ്യാണ്ട് നിൽക്കുവാം. വേഗം വന്ന് വണ്ടി കയറ്. അങ്ങനെ 2 പേരും കൂടി കാറി കയറി അവിടെ നിന്ന് പൊക്കോണ്ടിരിക്കുവാണ് കേട്ടോ. ഈ സമയം ഉർവശി പറയണേ, ഹോ എന്തൊരു ചൂടായത്, AC കുറച്ചുകൂടി കൂട്ടിയിടട്ടോ. മാഡം, ഇതിപ്പോൾ ഫുള്ളിലായിട്ടിരിക്കുന്നത് ആണോ? എന്നാലേ ഈ വണ്ടിയിൽ ACക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്, ഒട്ടും കൂളിങ്ങില്ലെന്നേ. കൽപ്പനെ, നിനക്കറിയോ ചന്ദ്രേട്ടനെ ഇപ്പോൾ കമ്പനിയിൽ നിന്ന് തിരിയാൻ നേരമില്ലെന്നേ. ബിസിനസ്സുകളെല്ലാം മാനേജ് ചെയ്യണമല്ലോ. മാത്രമല്ല ഗൗതമിൻ്റെ കാര്യവും അങ്ങനെയാണ്. വിദേശത്ത് നിന്ന് വരുന്ന ക്ലയൻറ്റിനെയൊക്കെ മാനേജ് ചെയ്യുന്നത് അവനൊറ്റക്കാണല്ലോ. സത്യം പറഞ്ഞാൽ ചന്ദ്രേട്ടനോട് ഒന്ന് മര്യാദ അടുത്തിരുന്ന് സംസാരിക്കാനുള്ള സമയം പോലും കിട്ടാറില്ലെന്നേ. അത്രക്കും വലിയ തിരക്കല്ലേ. എന്ത് ചെയ്യാനാ, കടമംഗലം ബിസിനസ് മുഴുവൻ ചന്ദ്രേട്ടനല്ലേ ഇപ്പോൾ നോക്കി നടത്തുന്നത്. അതിൻ്റെ തിരക്കുകളും മറ്റും ഉണ്ടാകുമല്ലോ. ഇപ്പോൾ നമ്മുടെ കടമംഗലം ഗ്രൂപ്പിന് പണ്ടത്തേക്കാളും ബിസിനസ്സിൽ കൂടുതൽ ഉയർച്ചയുണ്ട്. വിദേശത്തു നിന്നുള്ള കുറേ പ്രോജക്റ്റുകളും ക്ലയൻറ്റുകളെയൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിനൊക്കെ കാരണം ആരാന്നറിയോ? സാറാ മേഡമാണ്. സാറാ മേഡത്തിന് വിദേശത്തുള്ള പല കമ്പനികളായിട്ട് നല്ല ടൈപ്പുണ്ട്. അതിൻ്റെയൊക്കെ ഗുണം നമ്മുടെ കമ്പനിക്കും കൂടിയാ. ചന്ദ്രേട്ടൻ അതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ രോമാഞ്ചം വന്നു പോകുവാണ്. സത്യം പറയാമല്ലോ, ജീവിക്കുവാണെങ്കിൽ അവരെയൊക്കെ പോലെ ജീവിക്കണം. അടുത്ത തവണ സാറാ മേഡം വിദേശത്തേക്ക് പോകുമ്പോൾ ഞാനും കൂടി അവരുടെ കൂടെ പോകുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ ഈ നാട്ടിൽ തന്നെ ജീവിച്ച് മടുത്തും. ഇനി വിദേശത്തൊക്കെ ഒന്ന് പോയിട്ട് വേണം അടിച്ചു പൊളിച്ച് ജീവിക്കാനായിട്ട്. എന്താ കൽപ്പന നിൻ്റെ അഭിപ്രായം? നീ കേൾക്കുന്നുണ്ടോ ഇതൊക്കെ? ഉണ്ട് ചെറിയമ്മേ എന്നും പറഞ്ഞ് തീരെ താല്പര്യമില്ലാതിരിക്കുവാണ് കേട്ടോ കൽപ്പന. ഈ സമയത്തായിരിക്കും കൽപ്പന പെട്ടെന്നൊരു കാഴ്ച കാണുന്നത്. റോഡിലൂടെ സാറയുടെ കൈയും പിടിച്ച് നടന്നു പോകുന്ന ചന്ദ്രശേഖരനെ. അത് കാണുന്നത് വിശ്വസിക്കാനാവാതെ കൽപ്പന ഡ്രൈവറോട് വണ്ടി നിർത്താൻ പറയണേ. അതെ, ഒന്ന് വണ്ടി നിർത്തിയേ. അന്നേരം ഉർവശി ചോദിക്കണേ, എന്താ കൽപ്പനെ, എന്താ നിന്റെ പ്രശ്നം? ചെറിയമ്മേ, ഇത് നോക്കിക്കേ, അവിടെ 2 പേര് കൈ കോർത്ത് പിടിച്ച് നടക്കുന്നു. എൻ്റെ കൽപ്പനെ, നിനക്ക് വേറെ ഒരു പണിയില്ലേ? വഴിയിലൂടെ അങ്ങനെ പലരും നടക്കും. അതൊക്കെ വായി നോക്കിക്കൊണ്ട് നടക്കലാണോ നിൻ്റെ പണി? എൻ്റെ ചെറിയമ്മേ, ഇതേ ഞാൻ കാണേണ്ട കാഴ്ചയല്ല, ചെറിയമ്മ കാണേണ്ട കാഴ്ചയാണ്. ഇത് നോക്കിക്കേ ആരൊക്കെയാ പോകുന്നതെന്ന്. അങ്ങനെ ഉർവശി തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും കേട്ടോ ചന്ദ്രശേഖരനെയും സാറേനെയും കാണുന്നത്. അത് കാണുന്നതും ഉർവശി അങ്ങ് ഞെട്ടിത്തരിക്കുക. ഉടനെ കാറിൽ നിന്നും ചാടി ഇറങ്ങിയിട്ട് ഉർവശി അവരുടെ നേരെ പോകുവാണ്. ഈ സമയം ചന്ദ്രശേഖരനും സാറേയും കൂടി കാറിൻ്റെ അവിടെ നിന്ന് കയ്യിലും തോളത്തൊക്കെ പിടിച്ച് ചിരിച്ച് കളിച്ച് സംസാരിക്കുമായിരിക്കും. അതൊക്കെ കണ്ട് കാലുതുള്ളി ഉർവശി അവരുടെ അരികിലേക്ക് ചെല്ലുമായിരിക്കും. എന്നാൽ അവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ സംസാരിച്ച് കഴിഞ്ഞ് കാറിൽ കയറി അവിടെ നിന്ന് കാർ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഉർവശി അവരുടെ അരികിലെത്തുന്നതിന് മുമ്പ് തന്നെ അവരവിടെ നിന്ന് പോയിട്ടുണ്ടാകും കേട്ടോ. അങ്ങനെ ദേഷ്യം വന്ന് ഉർവശി തിരിച്ച് കാറിൻ്റെ അരികിലേക്ക് എത്തുവാണ്. അന്നേരം ഇതെല്ലാം കണ്ട് കൽപ്പന ചിരിച്ച് സന്തോഷത്തോടെ നിൽക്കുക. എന്തു പറ്റി ചെറിയമ്മേ? ചെറിയമ്മ പറഞ്ഞു നേരാ, സാറാ മാഡത്തിൻ്റെ ഒപ്പം ഉടനെ ഒരാൾ വിദേശത്തേക്ക് പോകും. പക്ഷേ ഇത് ചെറിയമ്മയായിരിക്കുമെന്ന് തോന്നുന്നില്ല. എന്നാലും എന്തൊരു കഷ്ടമാണ് അല്ലേ ചെറിയമ്മ? ഈ പ്രായത്തിൽ ചെറിയച്ഛൻ കൈവിട്ട് പോകുമെന്നാണ് തോന്നുന്നത്. കൂടെ നിൽക്കുന്നവരെ ചതിക്കുമ്പോഴേ ഇതുപോലെ പ്രതീക്ഷിക്കാത്ത പണി കിട്ടുമെന്ന് ചെറിയമ്മ വിചാരിച്ച് കാണില്ല അല്ലേ? ഈ സമയം മറുത്തൊന്നും പറയാതെ കാറിനകത്ത് കയറിയിരിക്കുവാണ് കേട്ടോ. അങ്ങനെ ഉർവശിയാണെങ്കിൽ ആകെ തലക്ക് ഭ്രാന്തി പിടിച്ച് ദേഷ്യത്തിലിരിക്കുവാണ്. അതൊക്കെ കണ്ട് ചിരിയടക്കാനാവാതെ സന്തോഷത്തോടെ ഇരിക്കുവാണ് കൽപ്പന. അന്നേരം കൽപ്പന പറയുന്നുണ്ട്, എടാ ഡ്രൈവറെ, ആ AC കുറച്ചൊന്ന് താഴ്ത്തി വെക്ക്, എന്തൊരു ചൂടാ അല്ലേ ചെറിയമ്മേ? പിന്നീട് കാണിക്കുന്നത് ആറ്റുവാശ്ശേരിയിൽ നിന്ന് നാണം കെട്ട് ദേഷ്യത്തിൽ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് വരുന്ന സുകുമാരി അമ്മേനെയും പ്രിയങ്കേനെയാണ് കേട്ടോ. അവരങ്ങനെ അവിടെ പോയിരിക്കുവാണ്. ഈ സമയം പ്രൊഡക്ഷൻ കൺട്രോളറും മാനേജറും ഒക്കെ അവരുടെ അരികിലേക്ക് എത്തുന്നുണ്ട്. അന്നേരം സുകുമാരി ചോദിക്കുന്നുണ്ട്, എന്തായി ഇവിടെ ഇതുവരെ ഒരു കാര്യങ്ങളും തുടങ്ങിയില്ലേ? അത് പിന്നെ നിങ്ങൾ 2 ആളും വന്നതിന് ശേഷം തുടങ്ങാമല്ലോ എന്ന് വിചാരിച്ചു. ഈ സമയം അവിടെയുള്ള പ്രൊഡക്ഷൻ പോയി അവർക്ക് 2 ആൾക്കുള്ള ചായ കൊണ്ടുവന്ന് വെക്കുവാണ്. അന്നേരം സുകുമാരി അത് കുടിച്ചിട്ട് ദേഷ്യത്തിൽ താഴത്തേക്ക് തുപ്പിക്കളണേ. എന്താണോ ഇത്, വായി വെക്കാൻ കൊല്ലില്ലല്ലോ, എടുത്തുകൊണ്ട് പോടോ എന്നും പറഞ്ഞ് അയാളോടൊക്കെ ദേഷ്യം തീർക്കുവാണ്. ഈ സമയം അവിടുത്തെ പ്രൊഡക്ഷൻ കൺട്രോളിൻ്റെ പൈസയുടെ കാര്യത്തെക്കുറിച്ച് ചോദിക്കുക. മാഡം, ഇന്നത്തെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള പൈസ എപ്പോൾ നോക്കിയാലും പൈസ അത് ഞാൻ തരാം, ആദ്യം താൻ ഇവിടുന്ന് പോ. അന്നേരം കൺട്രോളറും മാനേജറും അവിടെ നിന്ന് പിറുപുറത്തോണ്ട് പോകുക. 2 എണ്ണത്തിനും ഇന്ന് പോയ സ്ഥലത്ത് നിന്നെന്തോ പണി കിട്ടിയിട്ടുണ്ട്, അതാ ഇത്രക്ക് ദേഷ്യം. ഈ സമയം പ്രിയങ്ക പറയണേ, എന്നാലും മുത്തശ്ശി നമ്മളാകെ നാണം കിട്ടു പോയല്ലോ. അച്ഛനും അമ്മയും മാത്രമല്ല നാട്ടുകാർ മുഴുവൻ അവളുടെ വശത്താ. എങ്ങനെയാണ് അവൾ നാട്ടുകാരൊക്കെ ഇങ്ങനെ വശത്താക്കി വെച്ചിരിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്ന് സുകുമാരി ചോദിക്കുക. ഈ സമയം പ്രിയങ്ക പറയണേ, അതിൻ്റെ ഉത്തരം അച്ഛൻ തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ടല്ലോ. അവൾക്കുള്ള ദൈവാനുഗ്രഹം എല്ലാവരും അവൾ പാട്ടിലാക്കി വെച്ചിരിക്കുവാണ്. മുത്തശ്ശി, ഇന്ന് നമ്മൾ അവിടെ നിന്ന് അപമാനിച്ച് തലയും താഴ്ത്തിറങ്ങി പോരേണ്ടി വന്നു. അതിന് അവൾക്കിട്ട് അവനിട്ട് ഒരു പണി കൊടുത്തേ പറ്റുള്ളൂ.
അല്ലെങ്കിൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? അത് ശരിയാ പ്രിയങ്ക മോളെ നീ പറഞ്ഞത്. നമുക്ക് ഈ സിനിമയും ഷൂട്ടിങ്ങൊക്കെ രണ്ടാമത്തെ കാര്യം. നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ രാധികയുടെ വരുണിൻ്റെ തകർച്ച തന്നെയാണ്. അവരെങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം. അതിനൊരു പ്ലാൻ എത്രയും പെട്ടെന്ന് കണ്ടെത്തിയേ പറ്റൂ. അങ്ങനെ പറഞ്ഞ് ആലോചിച്ചിരിക്കുന്ന അവരെയാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ആറ്റോ ശരിയാണ്. അവിടെ രാധികയാണെങ്കിൽ ഫോണിൽ നോക്കി ടെൻഷനോട് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് കേട്ടോ. അന്നേരം ദേവൻ യശോദ അങ്ങോട്ടേക്ക് വരുവാ. ദേവൻ ചോദിക്കണേ, എന്തോ പറ്റി മോളെ, എന്തോ ഒരു ടെൻഷൻ പോലെ? ഒന്നുമില്ല അച്ഛാ. എന്തോ ഉണ്ടല്ലോ, നിന്റെ മുഖം കണ്ടാലേ അറിയാം. അത് പിന്നെ അച്ഛാ, ഇന്ന് എല്ലാവർക്കും ഉള്ള ഉച്ചക്കൊണ്ടിട്ടുള്ള പൊതിച്ചോറൊക്കെ കെട്ടിക്കൊടുത്തല്ലോ. അപ്പോൾ അതവർ കഴിച്ചിട്ടുണ്ടാവുമോ? കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തായുടെ അഭിപ്രായം? അതൊക്കെ അറിയാഞ്ഞിട്ടേ ഒരു സമാധാനം ഇല്ല ഇവൾക്ക്. അന്നേരം ദേവൻ പറഞ്ഞേ, അതിലെന്താ മോളെ നീ ഇത്ര ആലോചിക്കാൻ? നീ അസലായിട്ട് തന്നെ പാചകം ചെയ്യുമല്ലോ. നീ ഉണ്ടാക്കുന്ന ഭക്ഷണം ആർക്കും ഇഷ്ടപ്പെടാത്തത്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. എന്നാലും അച്ഛാ, ആരെങ്കിലും ഒന്ന് വിളിച്ച് അതിൻ്റെ അഭിപ്രായം പറഞ്ഞിരുന്നെങ്കിൽ നല്ലതായിരിക്കില്ലേ? രാവിലെ കുറേ സ്കൂൾ കുട്ടികൾക്ക് കൊടുത്തു, പിന്നെ ഓഫീസിൽ പോകുന്നവർക്കും കൊടുത്തു. കുട്ടികൾക്ക് പിന്നെ പറയാനൊന്നും പറ്റില്ല, എന്നാൽ ഓഫീസിൽ പോകുന്നവർക്ക് എന്തെങ്കിലും പറയാമല്ലോ. എൻ്റെ മോളെ, അവർക്ക് ഓഫീസിൽ തിരക്കുണ്ടാവില്ലേ? അതിൻ്റെ ഇടയിൽ എവിടെയാണ് നിന്നെ വിളിച്ച് പറയാനൊക്കെ സമയം? ഒരു കാര്യം ചെയ്യാം, വൈകിട്ടാവുമ്പോൾ നമുക്ക് ആരെങ്കിലും അങ്ങോട്ട് വിളിക്കാം, എന്നിട്ട് ചോദിക്കാം. എന്താ അപ്പം സമാധാനമാവില്ലേ? അങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോഴായിരിക്കും കേട്ടോ രാധികയുടെ ഫോണിലേക്ക് ഒരാൾ വിളിക്കുന്നത്. ഈ സമയം രാധിക പറയണേ, അയ്യോ അച്ഛാ, ഇത് ട്രഷറി ജോലി ചെയ്യുന്ന ഏട്ടനാ. രാവിലെ ഞാൻ ഒരു പൊതി സാറിനും കൊടുത്തിട്ടുണ്ടായിരുന്നു. ആണോ? അങ്ങനെയാണെങ്കിൽ പിന്നെ അഭിപ്രായം നേരിട്ട് പറയാൻ വിളിച്ചതായിരിക്കും. മോള് ധൈര്യമായിട്ട് ഫോൺ എടുക്ക്. അയ്യോ അച്ഛാ, എന്നാലും എനിക്കെന്തോ ഒരു ടെൻഷൻ പോലെ. അച്ഛൻ സംസാരിക്കുമോ? നീ ധൈര്യമായിട്ട് സംസാരിക്കും മോളെ. അങ്ങനെയാണെങ്കിലേ നമുക്ക് ഫോൺ സ്പീക്കറിലിടാം. അങ്ങനെ പറഞ്ഞ് രാധിക ഫോൺ സ്പീക്കറിലിട്ട് സംസാരിക്കുക. ഹലോ സാർ, പറഞ്ഞോളൂ. മോളെ രാധികേ, മോളുടെ കഴിഞ്ഞ് ഞാൻ രാവിലെ പൊതി വാങ്ങിച്ചിരുന്നല്ലോ. ഇന്നുച്ചക്ക് പൊതിച്ചോറ് കഴിക്കാൻ വേണ്ടി ഞാൻ എടുത്തായിരുന്നു. ഞങ്ങളിവിടെ എല്ലാവരും ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കുന്നത്. കൊണ്ടുവരുന്ന ഭക്ഷണം ഉണ്ടല്ലോ പരസ്പരം ഷെയർ ചെയ്താൽ കഴിക്കാറ്. ഇന്ന് മോളെനിക്ക് കെട്ടിത്തന്ന പൊതി ഉണ്ടല്ലോ, അത് ഇവിടെയുള്ള എല്ലാവരും കഴിച്ചു നോക്കിയായിരുന്നു. അതിനുശേഷം ഇവിടെ ആകെ പ്രശ്നമായി. അത് കേൾക്കുന്നതും രാധികൻ ദേവനും ഒക്കെ ടെൻഷനാകുക. എന്തുപറ്റി? എന്താ ഭക്ഷണത്തിന് എന്തെങ്കിലും പോരായ്മ ഉണ്ടായോ? ആർക്കും ഇഷ്ടപ്പെട്ടില്ലേ? അയ്യോ, അങ്ങനെയൊന്നും അല്ല മോളെ. മോൾ കൊണ്ടുവന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടല്ലോ, എല്ലാവരും പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഇടിപിടിയായിരുന്നു. അതെയോ? പിന്നെ അല്ലാതെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇവിടെ അടുത്ത് പൊതിച്ചോറൊക്കെ കിട്ടുന്ന പല സ്ഥലങ്ങളുമുണ്ട്. പല കടകളിൽ നിന്നും പൊതിച്ചോറ് വാങ്ങാറുമുണ്ട്. എന്നാൽ ഇന്ന് ഞാൻ കൊണ്ടുവന്ന പൊതിച്ചോറിനെ ഒരു പ്രത്യേക രുചി തന്നെയായിരുന്നു എന്നാണ് എല്ലാവരും പറഞ്ഞത്. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ മോള് നേരിട്ട് തന്നെ വിളിച്ച് അഭിപ്രായം പറയാമെന്ന് വിചാരിച്ചാൽ ഇപ്പം തന്നെ വിളിച്ചത്. അയ്യോ സാർ, സത്യം പറയാമല്ലോ, അതിൻ്റെ അഭിപ്രായം എന്തായി എന്നൊക്കെ അറിയാതെ ടെൻഷനായിട്ടിരിക്കുമായിരുന്നു ഞാൻ. ഒത്തിരി സന്തോഷമായി. തിരുമേനി ഉണ്ടോ അരികിൽ? ഉണ്ട്, അച്ഛനും കേട്ടോണ്ടിരിക്കുക. പറയൂ സാറേ. തിരുമേനി എന്ന് തന്നെ പറഞ്ഞാലും രാധികമോളുടെ ഈ സംരംഭം ഉണ്ടല്ലോ, അത് വലിയൊരു വിജയം തന്നെയാകും, അതുറപ്പാണ്. പിന്നെ മോളെ, മറ്റൊരു പണിയും കൂടിയുണ്ട്. നാളെ മോൾ എനിക്ക് പൊതിച്ചോറ് തരുമ്പോഴേ അതിൻ്റെ കൂടെ ഒരു 10 പൊതിയും കൂടി വേണം. ഇവിടെയുള്ള പലർക്കും പൊതിച്ചോറ് വേണമെന്ന് പറഞ്ഞു. മോൾക്കത് ബുദ്ധിമുട്ടാവോ? എന്ത് ബുദ്ധിമുട്ട്? എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. നാളെ മുതൽ എല്ലാവർക്കും ഉള്ള പൊതിച്ചോറ് കൂടി കെട്ടിത്തരാം. സത്യം പറഞ്ഞാൽ സാറിൻ്റെ വായിൽ നിന്ന് ഇത്രയും വലിയ വാക്കുകൾ കേട്ടപ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞു. ഈ സമയം അയാൾ പറയണേ, സത്യം പറയാലോ മോളെ, ആറ്റുവാശ്ശേരി വന്നൊരു സദ്യ കഴിച്ചില്ലേ, ആ ഒരു സംതൃപ്തിയായിരുന്നു എല്ലാവർക്കും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളൊക്കെ കേട്ട് സന്തോഷത്തോടെ നിൽക്കുന്ന രാധികേനെയും ദേവനെയും ഒക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. പിന്നീട് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് രാത്രി ഒത്തിരി നേരം വൈകിട്ടും രാധിക അടുക്കളയിലെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങളും അതുപോലെ തേങ്ങ ചിരകി വെക്കുകയും അങ്ങനെ ഓരോന്നൊക്കെ ആയിട്ട് ചെയ്യുവാണ്. രാത്രി അത്രയും വൈകിട്ടും രാധിക ഇങ്ങനെ അടുക്കളയിൽ ജോലി ചെയ്തിരിക്കുന്നത് കണ്ട് സങ്കടത്തോടെ വരുണും രാധികയുടെ അരികെ വന്നിരിക്കുവാണ്, രാധികയ്ക്ക് ഒരു കൂട്ടായിട്ട്. ഈ സമയം വരുൺ സങ്കടത്തോടെ പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ എൻ്റെ പിടിപ്പ് കേടുകൊണ്ടല്ലേ നമുക്ക് ഈ ഒരു അവസ്ഥയിൽ എത്തേണ്ടി വന്നത്. അത് കാരണമല്ലേ താൻ രാവെന്നോ പകലൊന്നോ ഇല്ലാതെ ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരുന്നത്. തൻ്റെ ഈ കഷ്ടപ്പാടിനെല്ലാം കാരണം ഞാനാണെന്നുള്ളൊരു ചിന്തയാണ് എൻ്റെ മനസ്സിൽ മുഴുവൻ. അങ്ങനെ വരുൺ സങ്കടത്തിൽ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഈ സമയം രാധികയാണെങ്കിൽ ചിരണ്ടിക്കൊണ്ടിരുന്ന തേങ്ങയിൽ നിന്നും കുറച്ചെടുത്ത് വരുണിൻ്റെ വായിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി കുറച്ച് നേരമെങ്കിലും ഒന്നും മിണ്ടാതിരിക്കുക, ചുമ്മാ ആവശ്യമില്ലാത്ത ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ് വരുണിനെ പിണങ്ങുവാണ്. പിന്നീട് തിരിച്ച് വീട്ടിൽ വന്ന ചന്ദ്രശേഖരനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഉർവശീനെയാണ് കേട്ടോ കാണിക്കുന്നത്. ഈ സമയം സാരക്കൊപ്പം ചന്ദ്രശേഖരൻ പുറത്തു പോയതിനെയൊക്കെ കുറിച്ച് ചോദിക്കുകയാണ് ഉർവശി. അന്നേരം ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, സാറാ മേഡം അല്ലേ നമ്മളെ വലിയ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. ജപ്തിയുടെ വക്കീലിൽ നിന്നും നമ്മുടെ കുടുംബത്തെ രക്ഷിച്ചതും നമ്മളെ ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്തിച്ചതും സാറാ മേഡം അല്ലേ. അതൊന്നും അങ്ങനെ മറന്നു കളയാൻ പറ്റുന്ന കാര്യമാണോ? ഈ സമയം ഉർവശി വരണേ, അതൊക്കെ മറക്കാൻ പറ്റില്ല എന്ന് കരുതി അവരുടെ ഒപ്പം കൈകോർത്ത് പിടിച്ച് നാട് മുഴുവൻ ചുറ്റണോ? അങ്ങനെ ഉർവശിയുടെ ആ ചോദ്യത്തിന് മുമ്പിൽ എന്തുതരം പറയണമെന്നറിയാതെ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്ന ചന്ദ്രശേഖരനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്